ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു റസിയാസ് എവൻലി മാത്സ്. അപ്പോൾ ഇനി നമ്മൾ പോകുന്നത് 10ാം ക്ലാസ് CBSEയുടെ 4th ചാപ്റ്റർ ആയ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് ആണ്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു ചാപ്റ്ററിൽ എന്തൊക്കെയാണ് കവർ ചെയ്യുന്നത് എന്നുള്ളതിന്റെ ഒരു ഇൻട്രോഡക്ടറി പാർട്ടും പിന്നെ നമ്മുടെ ഫസ്റ്റ് എക്സസൈസ് ആയ എക്സസൈസ് 4.1ഉമാണ് ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. So let's move to our chapter quadratic equations. അപ്പോൾ quadratic equations എന്താണെന്ന് ഡിസ്കസ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് quadratic polynomial എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഡിസ്കസ് ചെയ്യണം. ഒരു പോളിനോമിയലിനെ നമ്മൾ quadratic എന്ന് വിളിക്കണമെങ്കിൽ ആ പോളിനോമിയലിന്റെ ഡിഗ്രി എത്രയായിരിക്കണം? 2 ആയിരിക്കണം. അതായത് നമ്മൾ പോളിനോമിയൽസ് എന്ന് പറയുന്ന പാഠത്തിൽ ഡിസ്കസ് ചെയ്തിരുന്നു. ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്താണ്? ആ തന്നിട്ടുള്ള ആൾജിബ്രിക് എക്സ്പ്രഷനിലെ വേരിയബിളിന്റെ ഏറ്റവും ഹയസ്റ്റ് പവറിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ഡിഗ്രി എന്ന് പറഞ്ഞ് വിളിക്കുക. ഓക്കെ, അപ്പോൾ ആ ഡിഗ്രി എന്ന് പറയുന്നത് 2 ആയിരിക്കണം. അങ്ങനെയുള്ള പോളിനോമിയൽസിനെയാണ് നമ്മൾ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ എന്ന് വിളിക്കുക. അതിന്റെ ഒരു ജനറൽ ഫോം എന്ന് പറയുന്നത് ഈ ഒരു രീതിയിലായിരിക്കും. ദാറ്റ് മീൻസ് P of x, അതായത് പോളിനോമിയൽ, ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ആണ്, ഈസ് ഈക്വൽ ടു ax square plus bx plus c where a not is equal to 0. ഈ ഒരു കണ്ടീഷൻ നിങ്ങൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കണം. നമുക്ക് എക്സിന്റെ കോഎഫിഷ്യന്റ് ആയ ബിയും അതേപോലെ കോൺസ്റ്റന്റ് ടേം ആയ സിയും എല്ലാം 0 ആയാലും കുഴപ്പമില്ല. പക്ഷേ എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് ആയ എ ഒരിക്കലും എന്താവാൻ പാടില്ല? 0 ആകാൻ പാടില്ല. അതാണ് ക്വാഡ്രാറ്റിക് പോളിനോമിയലിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഈ ഒരു കാര്യം പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾക്ക് എക്സസൈസിൽ തന്നിട്ടുള്ളത് ക്വാഡ്രാറ്റിക് പോളിനോമിയൽ അല്ലെങ്കിൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ നമുക്ക് വരും. അപ്പോ ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് 0 ആകാൻ പാടില്ല. ഓക്കെ, ആൻഡ് നമ്മൾ ഇനിയാണ് നമ്മുടെ ചാപ്റ്ററിലേക്ക് പോകുന്നത്. എന്താണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് എന്ന് പറയുന്നത്? ഓക്കെ, അപ്പോ when we equate the quadratic polynomial to 0 then it is called quadratic equation. അപ്പൊ നമ്മളിപ്പോ ഒരു ജനറൽ ഫോം ഇവിടെ പഠിച്ചല്ലോ. ക്വാഡ്രാറ്റിക് പോളിനോമിയലിന്റെ ജനറൽ ഫോം ax square plus bx plus c. ഈ ഒരു എക്സ്പ്രഷനെ എപ്പോഴെങ്കിലും നമുക്ക് 0യുമായിട്ട് ഇക്വേറ്റ് ചെയ്യാൻ കഴിയുന്നു. ദാറ്റ് മീൻസ് ax square plus bx plus c is equal to 0 എന്നുള്ള രീതിയിൽ എഴുതിയാൽ ആ ഒരു ഇക്വേഷനെ നമുക്ക് എന്തെന്ന് വിളിക്കാൻ പറ്റും? ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് വിളിക്കാൻ പറ്റും. That is, an equation including a quadratic polynomial is known as a quadratic equation. Okay, അപ്പോൾ that means നമുക്ക് P of x is equal to 0 എന്ന് എഴുതാൻ കഴിയണം. Okay, നെക്സ്റ്റ് നമ്മൾ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ജനറൽ ഫോം ആണ് നോക്കാൻ പോകുന്നത്. അപ്പൊ ക്വാഡ്രാറ്റിക് പോളിനോമിയലിന്റെ ജനറൽ ഫോം എന്താണ്? ax square plus bx plus c എന്നാണ്. അതിനെ നമ്മൾ 0യുമായിട്ട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഇക്വേഷനെയാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് വിളിക്കുന്നതെങ്കിൽ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ax square plus bx plus c is equal to 0 എന്നായിരിക്കും. ഇതിലെ എയും ബിയും സിയും റിയൽ നമ്പേഴ്സ് ആണ് ആൻഡ് a എന്താവാൻ പാടില്ല? 0 ആകാൻ പാടില്ല. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ടൈപ്സ് ഓഫ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ് നോക്കാൻ പോകുന്നത്. ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് രണ്ട് ടൈപ്പ് ആണ് ഉള്ളത്. ഓക്കെ, ഫസ്റ്റ് ടൈപ്പ് ഈസ് കംപ്ലീറ്റ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആൻഡ് ദ സെക്കൻഡ് ടൈപ്പ് ഈസ് പ്യുവർ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നമുക്ക് കംപ്ലീറ്റ് എന്ന് വിളിക്കാൻ പറ്റണം എന്നുണ്ടെങ്കിൽ അതിന്റെ ജനറൽ ഫോം അറിയാലോ, ax square plus bx plus c is equal to 0. അതില് എയുടെയും ബിയുടെയും സിയുടെയും വാല്യൂ എന്താകാൻ പാടില്ല? 0 ആകാൻ പാടില്ല. ഏതെങ്കിലും റിയൽ നമ്പേഴ്സ് ആയിരിക്കണം. അങ്ങനെ നമുക്ക് ഈ ഒരു എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റും ഉണ്ട്, എക്സിന്റെ കോഎഫിഷ്യന്റും ആൻഡ് കോൺസ്റ്റന്റ് ടേമും ഉൾപ്പെടുന്ന ഒരു ഇക്വേഷനെ നമുക്ക് ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ് ഇക്വേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷനെയാണ് നമുക്ക് കംപ്ലീറ്റ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് വിളിക്കുക. ദാറ്റ് മീൻസ് ഇത്രയും നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. ഒരു കംപ്ലീറ്റ് ക്വാഡ്രാറ്റിക് ഇക്വേഷന് എന്റെ കോഎഫിഷ്യൻസ് എയും ബിയും സിയും എന്താകാൻ പാടില്ല? 0 ആകാൻ പാടില്ല. റിയൽ നമ്പേഴ്സ് ആയിരിക്കണം. ആൻഡ് പ്യുവർ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ax square is equal to 0 എന്ന് എഴുതാൻ കഴിയണം. അതിൽ നിന്ന് കാണുമ്പോഴേ അറിയാം എന്താണ് നമ്മുടെ എക്സിന്റെ കോഎഫിഷ്യന്റ് ആയ ബിയും കോൺസ്റ്റന്റ് ടേം ആയ സിയും എന്താണ്? 0 ആണ്. a എന്താകാൻ പാടില്ല? 0 ആകാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ടൈപ്സ് ഓഫ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കഴിഞ്ഞു. ഇനി നമ്മൾ എന്താണ് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്? പോളിനോമിയൽസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ പോളിനോമിയൽസിന്റെ റൂട്ട് എന്താണ് എന്ന് പഠിച്ചിരുന്നു. അതായത് ഏതെങ്കിലും ഒരു പോളിനോമിയലിന്റെ ഉള്ള വേരിയബിളിന് പകരം നമ്മൾ ഒരു വാല്യൂ ഇട്ട് കൊടുക്കുമ്പോൾ ആ പോളിനോമിയലിന്റെ വാല്യൂ 0 ആയിട്ട് മാറുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇട്ട് കൊടുത്ത വാല്യൂനെയാണ് നമ്മൾ ആ ഒരു പോളിനോമിയലിന്റെ
റൂട്ട് എന്ന് വിളിക്കുന്നത്. അതേപോലെ തന്നെയാണ് ഇവിടെയും ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, അതായത് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ജനറൽ ഫോം എന്ന് പറയുന്നത് ax²+bx+c=0 എന്നാണ്. ഇതില് x എന്ന് പറയുന്ന വേരിയബിളിന് പകരം ഞാൻ ഏതെങ്കിലും ഒരു വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് ഈ ഒരു ഫുൾ ഫോമിനെ, അതായത് p of x എന്ന് എടുത്തിരിക്കുന്ന ആ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷനെ ഫുൾ ആയിട്ട് 0 എന്ന് പറയാൻ കഴിയുന്നു എങ്കിൽ നമുക്ക് ആ x-ന് പകരം കൊടുത്ത വാല്യൂവിനെ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ റൂട്ട് എന്ന് വിളിക്കാൻ കഴിയും. ദാറ്റ് മീൻസ് ഇപ്പൊ നോക്കാം, x-ന്റെ വാല്യൂ ഞാൻ ആൽഫ ആയിട്ടാണ് എടുത്തത്. ആൽഫ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു റിയൽ നമ്പർ ആണെന്നുണ്ടെങ്കിൽ, if alpha satisfies the quadratic equation ax²+bx+c=0 such that a alpha square plus b alpha plus c is equal to 0, then we can say that alpha is the root of the quadratic equation. Okay. ഇനി നമുക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യാനുള്ള മെത്തേഡ്സിലേക്കാണ് പോകുന്നത്. 3 മെത്തേഡ്സ് ആണ് ഇതിലുള്ളത്. ഫസ്റ്റ് ഈസ് ഫാക്ടറൈസേഷൻ മെത്തേഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ പോളിനോമിയൽസിന്റെ പാഠത്തിൽ ഫാക്ടറൈസേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് പഠിച്ചിരുന്നു. അതുകൊണ്ട് പ്രോബ്ലംസ് ചെയ്യുമ്പോഴാണ് ഫാക്ടറൈസേഷൻ മെത്തേഡ് നമ്മൾ ഒന്നും കൂടെ റിവൈൻഡ് ചെയ്യാൻ പോകുന്നത്. അതേപോലെ നെക്സ്റ്റ് ഈസ് കംപ്ലീറ്റിംഗ് ദി സ്ക്വയർ മെത്തേഡ്. ഈ ഒരു മെത്തേഡും നമ്മൾ പ്രോബ്ലംസ് ചെയ്യുമ്പോഴാണ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് third method is quadratic formula method. വളരെ important ആയിട്ടുള്ള മെത്തേഡ് ആണ് quadratic formula method. So we have to discuss. Okay. അപ്പോൾ ക്വാഡ്രാറ്റിക് ഫോർമുല മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഒരു ഫോർമുല പഠിക്കണം. ക്വാഡ്രാറ്റിക് ഫോർമുല എന്നാണ് എൻ്റെ പേര്. ആ ഒരു ഫോർമുല ഉപയോഗിച്ചിട്ട് നമുക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസിനെ സോൾവ് ചെയ്യാൻ കഴിയും. അതായത് അതിൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്ന വേരിയബിളിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ കഴിയും. ഓക്കെ, അപ്പോൾ ദാണ്ടെ പറഞ്ഞിരിക്കുന്നത് നോക്കുക. ഇൻ ദിസ് മെത്തേഡ് വി ക്യാൻ ഫൈൻഡ് ദ റൂട്ട്സ് ബൈ യൂസിങ് ക്വാഡ്രാറ്റിക് ഫോർമുല. ഓക്കെ, അപ്പോൾ ക്വാഡ്രാറ്റിക് ഫോർമുല എന്താന്ന് നോക്കുക. കണ്ടിട്ട് പേടിക്കൊന്നും വേണ്ട, നല്ല എളുപ്പമാണ്. -b plus or minus root of b square minus 4ac by 2a. ഈ ഒരു ഫോർമുല എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമ്മൾ മറക്കാൻ പാടില്ല. ഏതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നമുക്ക് ഫാക്ടറൈസേഷൻ മെത്തേഡോ കംപ്ലീറ്റിംഗ് ദി സ്ക്വയർ മെത്തേഡോ ഒന്നും ചെയ്യാതെ നേരിട്ട് ഈ ഒരു ഇക്വേഷനിൽ ഇട്ട് കൊടുത്താൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, സോ നമ്മൾ എടുക്കുന്ന ax²+bx+c=0 എന്ന് പറയുന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇസ് ഈക്വൽ ടു -b plus or minus root of b square minus 4ac all divided by 2a. Okay, ഇതില് നിങ്ങൾക്ക് അറിയാൻ പറ്റും എയും ബിയും സിയും നമ്മൾ എന്തെന്നാണ് പറഞ്ഞിട്ടുള്ള റിയൽ നമ്പേഴ്സ് ആണ്. ഓക്കെ, ആൻഡ് ഇതില് റൂട്ടിന്റെ അകത്തുള്ള ഒരു വാല്യൂ കാണാൻ പറ്റും, b square minus 4ac. ഇതിനെ നമ്മൾ ഡിസ്ക്രിമിനന്റ് എന്നാണ് വിളിക്കുന്നത്. അങ്ങനെ വിളിക്കാനുള്ള റീസൺ എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, അപ്പോ നമുക്ക് ഏതെങ്കിലും ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ റൂട്ട് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് തന്നിട്ടുള്ള ഇക്വേഷനിലെ എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് ആയ എയും എക്സിന്റെ കോഎഫിഷ്യന്റ് ആയ ബിയും അതേപോലെ കോൺസ്റ്റന്റ് ടേം ആയ സിയുടെയും വാല്യൂ ഈ ഒരു പർട്ടിക്കുലർ ക്വാഡ്രാറ്റിക് ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതിയാകും. ഓക്കെ, ഇനി നമ്മളൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ റൂട്ടിന്റെ നേച്ചർ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ ക്വാഡ്രാറ്റിക് ഫോർമുല കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. നമുക്ക് ഫോർമുല വന്നിരിക്കുന്നത് ഇങ്ങനെയാണ്, -b plus or minus root of b square minus 4ac all divided by 2a. അപ്പൊ അവിടെ പ്ലസ് ഓർ മൈനസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ശ്രദ്ധിച്ച് കാണും. സോ നമുക്ക് അതിനെ രണ്ടായിട്ടൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. ഓക്കെ, അപ്പോ നോക്കാം, ഒന്നുകിൽ എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് -b plus root of b square minus 4ac by 2a ആയിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ -b minus root of b square minus 4ac by 2a. ഇത് രണ്ടും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ -b plus or minus എന്നുള്ള ഒരു ഇതിലേക്ക് എടുത്തത്. അപ്പോൾ അതാ ഇവിടെ നോക്കുക, -b plus or minus root of capital D. ഈ D എന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. എന്താണ്? ഡിസ്ക്രിമിനന്റ്. b square minus 4ac നമ്മൾ വിളിക്കുന്നത് എന്താണ്? ഡിസ്ക്രിമിനന്റ് എന്നാണ്. അതിനെയാണ് ക്യാപിറ്റൽ D വെച്ച് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ ഞാൻ പറഞ്ഞിരുന്നു ഡിസ്ക്രിമിനന്റ് എന്ന് വിളിക്കാനുള്ള കാരണം എന്താണ് എന്ന് പറഞ്ഞു തരാമെന്ന്. ഓക്കെ, അപ്പോ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ റൂട്ടിന്റെ നേച്ചർ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ ഡിസ്ക്രിമിനന്റ് വാല്യൂവിനെ ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ടേമിനെ b square minus 4ac എന്ന് പറയുന്ന എക്സ്പ്രഷനെ ക്യാപിറ്റൽ D ഡിസ്ക്രിമിനന്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അത് എങ്ങനെയാണെന്നുള്ളത് ഈ ഒരു ടേബിൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ നമ്മൾ b square minus 4ac യുടെ വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ അത് 0യേക്കാൾ കൂടുതലാണെന്നുണ്ടെങ്കിൽ ആ തന്നിട്ടുള്ള ക്വാഡ്രാറ്റിക് ഇക്വേഷന് 2 റിയൽ റൂട്ട്സ് ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. അതേപോലെ ഈ 2 റൂട്ട്സും ഡിഫറെന്റ് ആയിരിക്കും, ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള റിയൽ റൂട്ട്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പൊ അതിന്റെ വാല്യൂ വരുന്നത് എങ്ങനെയാണ്? -b plus root
ഓഫ് ഡി ബൈ 2a അതേപോലെ മൈനസ് ബി മൈനസ് റൂട്ട് ഓഫ് ഡി ബൈ 2a ആയിരിക്കും. ഈ ഡി എന്ന് പറഞ്ഞാൽ ബി സ്ക്വയർ മൈനസ് 4ac ആണ്, കുറച്ചും കൂടെ ചുരുക്കി കൊടുത്തതേ ഉള്ളൂ. ഓക്കെ, ഇപ്പൊ നമുക്ക് കിട്ടുന്ന ആ ഒരു ഡിസ്ക്രിമിനന്റ് വാല്യൂ 0 ആണെന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് റൂട്ട്സ് എന്ന് പറയുന്നത് 2 ഈക്വൽ ആൻഡ് റിയൽ റൂട്ട്സ്, രണ്ടും ഒരേപോലത്തെ റിയൽ റൂട്ട്സ് ആയിരിക്കും കിട്ടുക. ഓക്കെ, അതെന്ന് പറയുന്നത് ഒന്ന് മൈനസ് ബി ബൈ 2a അതേപോലെ മൈനസ് ബി ബൈ 2a. ഓക്കെ, രണ്ടും സെയിം ആയിട്ടുള്ള റൂട്ട്സ് ആയിരിക്കും കിട്ടുക, കാരണം ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. അപ്പൊ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ഡിഗ്രി 2 ആണ്. അപ്പൊ അറ്റ്മോസ്റ്റ് നമുക്ക് 2 റൂട്ട്സ് വരെ ആകാം. ഓക്കെ, ഇനി ഈ ഒരു ഡിസ്ക്രിമിനന്റ് വാല്യൂ നമുക്ക് 0യേക്കാൾ ചെറുതാണ് കിട്ടുന്നുണ്ടെങ്കിൽ റൂട്ട് ഇല്ല, നോ റിയൽ റൂട്ട്സ് ഉണ്ടായിരിക്കില്ല. ഓക്കെ, അപ്പൊ നമുക്ക് റൂട്ട്സിന്റെ വാല്യൂ കിട്ടില്ല എന്ന് വെച്ച് നമുക്ക് റൂട്ട്സ് കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നല്ല. നമ്മൾ വലിയ ക്ലാസ്സിലേക്ക് പോകുമ്പോൾ, അതായത് +1 ക്ലാസ്സിൽ നമുക്ക് ഡിസ്ക്രിമിനന്റ് വാല്യൂ 0 വന്നാൽ എങ്ങനെ ആ തന്നിരിക്കുന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ റൂട്ട് കണ്ടുപിടിക്കാം എന്ന് പറയാം. അപ്പോ ഇവിടെ പറഞ്ഞതുപോലെ റിയൽ റൂട്ട്സ് കിട്ടില്ല, നമുക്ക് ഇമാജിനറി ആയിട്ടുള്ള റൂട്ട്സ് ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട എക്സസൈസിലേക്കാണ് പോകേണ്ടത്. So let's move to our first set of exercise 4.1. Okay, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, ചെക്ക് വെദർ ദ ഫോളോയിങ് ആർ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ്. നമുക്കിവിടെ ആൾജിബ്രിക് എക്സ്പ്രഷൻസ് തന്നിട്ടുണ്ട്, ഇത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പോൾ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ പ്രത്യേകത എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. എന്താണ് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഒരു ജനറൽ ഫോം എന്ന് പറയുന്നത് ax² + bx + c = 0 എന്നായിരിക്കും. അതേപോലെ x² കോഎഫിഷ്യന്റ് ആയ a എന്ന് പറയുന്നത് ≠ 0 ആവണം. അതേപോലെ മറ്റൊരു കേസ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന ആ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ x എന്ന് പറയുന്ന വേരിയബിളിന്റെ ഹയസ്റ്റ് പവർ അല്ലെങ്കിൽ ആ തന്നിട്ടുള്ള ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ഡിഗ്രി എന്ന് പറയുന്നത് എന്തായിരിക്കണം? 2 ആയിരിക്കണം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ വെച്ചിരിക്കുക. അപ്പൊ നമുക്ക് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. x + 1² = 2 × x - 3. അപ്പൊ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ജനറൽ ഫോമിൽ നിങ്ങൾക്ക് അറിയാം, റൈറ്റ് ഹാൻഡ് സൈഡിൽ ആരാണ് വരുന്നത്? 0 ആണ് വരുന്നത്. അപ്പം എനിക്ക് എന്ത് ചെയ്യണം? ഇതിന് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് വേരിയബിൾസിനെയും കോൺസ്റ്റന്റ് ടേംസിനെയും എല്ലാം എന്ത് ചെയ്യണം? മാറ്റണം. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് ഈ ഒരു ബ്രാക്കറ്റ് എല്ലാം ഓപ്പൺ ചെയ്യണം. അപ്പം x + 1² അതായത് a + b² എന്ന് വരുമ്പോഴത്തേക്ക് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? a² അതായത് x² + 2ab 2 × x × 1 ഓക്കെ = 2x plus 1 ന്റെ സ്ക്വയർ 1 is equal to ഇവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക 2 × x is equal to 2x സിമ്പൽ മൈനസ് 2 × 3 is equal to -6. ഓക്കെ, ഇനി ഈ രണ്ട് സൈഡിലും എന്തുണ്ട്? 2x and 2x ഉണ്ട്, അത് ഞാൻ ക്യാൻസൽ ചെയ്ത് കളയുന്നു. ഇനി ഇവിടെ ഒരു +1 ഉണ്ട്, ഇവിടെ ഒരു -6 ഉണ്ട്. ഈ -6നെ ഞാൻ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ +6 ആയിട്ട് മാറും. +6 + 1 is equal to 7. അപ്പൊ എനിക്ക് ഇതിനെ എങ്ങനെ എഴുതി കൂടെ? x² + 7 is equal to 0. അപ്പൊ ഇപ്പൊ ഞാൻ എടുത്തിരിക്കുന്ന ഇക്വേഷന്റെ രണ്ട് സൈഡ് നിങ്ങൾ ശ്രദ്ധിക്കുക. ഒരു സൈഡില് വേരിയബിൾ ആൻഡ് കോൺസ്റ്റന്റ് ടേം ആണ് ഉണ്ടായിരിക്കുന്നത്, മറ്റൊരു സൈഡിൽ 0 ആണ് ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, അപ്പോ ഇതിന് ആദ്യം നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട കാര്യം എന്താണ്? നമ്മൾ എടുത്തിരിക്കുന്ന വേരിയബിൾ ആരാണ്? x ആണ്. എക്സിന്റെ ഏറ്റവും ഹയസ്റ്റ് പവർ 2 ആണോ എന്ന് ചെക്ക് ചെയ്യുക. നോക്ക്. ഓക്കെ, എക്സിന്റെ ഹയസ്റ്റ് പവർ ആരാണ്? 2 ആണ്. ഇത് മാത്രം മതി നമുക്ക് എന്ത് പറയാൻ? നമ്മൾ ഇപ്പോ എടുത്തിരിക്കുന്ന ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണെന്ന് പറയാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും, ആസ് the highest power അല്ലെങ്കിൽ the degree എന്ന് പറഞ്ഞിട്ട് എഴുതാം. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ highest power എന്നാണ് എഴുതുന്നത്. as the highest power of x is 2, okay, the given equation is a quadratic equation. The given equation is quadratic എന്ന് എഴുതിയാലും മതിയാകും. ഓക്കെ, നമുക്കിനി നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ഓക്കെ, x² - 2x is equal to -2 × 3 - x എന്നാണ്. അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ജനറൽ ഫോം ax² + bx + c is equal to 0 എന്നാണ്. ദാറ്റ് മീൻസ് അതിന്റെ ലെഫ്റ്റ് സൈഡിലാണ് വേരിയബിൾസ് ആൻഡ് കോൺസ്റ്റന്റ് ടേംസ് വരുന്നത്, റൈറ്റ് സൈഡിൽ 0 ആയിട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ആ ഒരു രീതിയിലേക്ക് ഇതിനെ അറേഞ്ച് ചെയ്ത് എടുക്കാം. അപ്പൊ നോക്കാം, x² - 2x നമുക്ക് അതേപോലെ എഴുതാം, കാരണം അവിടെ നമുക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാനോ അങ്ങനെ വേറെ ഓപ്പറേഷൻസ് ഒന്നും ചെയ്യാനില്ല. ഈസ് ഈക്വൽ ടു ഇവിടെ -2 × 3 is equal to -6 -2 × -x is equal to +2x. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കുക, നമുക്ക് എന്ത് ചെയ്യണം? x² അതേപോലെ എഴുതി, -2x ഇവിടെ ഉണ്ട്.
ഇവിടുത്തെ പ്ലസ് 2x കൂടി ഇപ്പുറം വരുമ്പോൾ മൈനസ് 2x ആയിട്ട് മാറും. ഇവിടുത്തെ മൈനസ് 6 ഇപ്പുറം വരുമ്പോൾ പ്ലസ് 6 ആയിട്ട് മാറും. ഈസ് ഈക്വൽ ടു 0. അപ്പൊ ഇതിനെ എനിക്ക് x സ്ക്വയർ മൈനസ് 2x ഈസ് ഈക്വൽ ടു മൈനസ് 4x പ്ലസ് 6 ഈസ് ഈക്വൽ ടു 0. അപ്പൊ ഫസ്റ്റ് ചെക്ക് ചെയ്യുമ്പോൾ ഈ ഒരു ഇക്വേഷന്റെ ജനറൽ ഫോം എങ്ങനെയാണ് വന്നിരിക്കുന്നത്? ax സ്ക്വയർ പ്ലസ് bx പ്ലസ് c ഈസ് ഈക്വൽ ടു 0 എന്നാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അത് മാത്രം മതിയാകും. തന്നിരിക്കുന്നത് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണെന്ന് പറയാം. അതേപോലെ വേറൊരു കാര്യം ശ്രദ്ധിക്കുക, എന്താണ് നമ്മുടെ എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് ആയ a എന്ന് പറയുന്നത് നോട്ട് ഈസ് ഈക്വൽ ടു 0 ആവണം. എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് എത്രയാണ്? 1 ആണ്, വിച്ച് ഇസ് നോട്ട് ഈസ് ഈക്വൽ ടു 0. അതേപോലെ ഈ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ഇതിനെ ചെക്ക് ചെയ്യാം. 3 രീതികളാണ് ഞാൻ പറഞ്ഞത്. ജനറൽ ഫോം ആയിട്ട് നോക്കുക, അതേപോലെ എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് എന്താണോ നോക്കുക, 0 അല്ലാത്ത നമ്പർ ആണോ എന്ന് നോക്കുക. പിന്നെ അതേപോലെ ലാസ്റ്റ് പറഞ്ഞ എന്താണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഏതാണ്? തന്നിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ സോൾവ് ചെയ്തെടുത്തപ്പോൾ നമുക്ക് കിട്ടിയ ഇക്വേഷൻ എന്ന് പറയുന്നത് അതിൽ ഉപയോഗിച്ചിട്ടുള്ള വേരിയബിൾ ആരാണോ അതിന്റെ ഹയസ്റ്റ് പവർ അല്ലെങ്കിൽ ആ ഒരു ഇക്വേഷന്റെ ഡിഗ്രി 2 ആണോ എന്ന് മാത്രം ചെക്ക് ചെയ്യുക. ഓക്കെ, 2 തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പൊ എനിക്ക് എന്തെന്ന് പറയാൻ പറ്റും? ദ ഗിവൺ ഇക്വേഷൻ ഈസ് ക്വാഡ്രാറ്റിക്. ഓക്കെ, അപ്പൊ ഇതെന്താണ്? ക്വാഡ്രാറ്റിക് ആണ്. ക്ലിയർ ആണല്ലോ? So we are moving to the third question. അപ്പോൾ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. x minus 2 into x plus 1 is equal to x minus 1 into x plus 3. അപ്പോൾ നമുക്ക് എന്താണ് ഒരു ജനറൽ ഫോമിന്റെ രീതിയിലേക്ക് മാറ്റിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഇവർ തമ്മിൽ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത്? x into x plus 1 എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടും? x സ്ക്വയർ പ്ലസ് x എന്നാണ് കിട്ടുന്നത്. minus 2 into x is equal to minus 2x. അതേപോലെ minus 2 into plus 1 is equal to minus 2, which is equal to x into x is equal to x square, x into 3 is equal to plus 3x, minus 1 into x is equal to minus x, and minus 1 into plus 3 is equal to minus 3. ഓക്കെ, ഇനി ഞാൻ നോക്കുക. ഇവിടെ എന്റെ രണ്ട് സൈഡിലും എക്സ് സ്ക്വയർ ഉണ്ട്, അത് രണ്ടും വെട്ടിപ്പോയി. ഇവിടെ ഒരു എക്സ് ഉണ്ട്, ഇവിടെ ഒരു 3x ഉണ്ട്. അപ്പൊ സോറി, ഇവിടെ എക്സ് മൈനസ് 2x ഉണ്ട്. അതിനെ എനിക്ക് എന്തെന്ന് എഴുതാൻ പറ്റും? മൈനസ് എക്സ് എന്ന് എഴുതാൻ പറ്റും. മൈനസ് എക്സ് മൈനസ് 2 ഈസ് ഈക്വൽ ടു 3xൽ നിന്നും എക്സ് പോകുമ്പോഴത്തേക്കും 2x എന്നാണ്, മൈനസ് 3 എന്നാണ് വരുന്നത്. അപ്പൊ ഇത് രണ്ടും ഒരു സൈഡിലേക്ക് നമുക്ക് മാറ്റണം. അതിന് വേണ്ടിയിട്ട് മൈനസ് എക്സ് മൈനസ് 2x എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? മൈനസ് 3x എന്നാണ് കിട്ടുന്നത്. മൈനസ് 2 പ്ലസ് 3 എന്നുള്ള രീതിയിൽ വരുമ്പോഴത്തേക്കും പ്ലസ് 1 എന്നാണ് കിട്ടുന്നത്. ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ ചെക്ക് ചെയ്താൽ ഇതില് എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഉൾപ്പെടുന്ന ടേം നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. ദാറ്റ് മീൻസ് എക്സ് സ്ക്വയർ എന്ന് പറയുന്ന വേരിയബിളിന്റെ കോഎഫിഷ്യന്റ് എന്തായിട്ടാണ് വന്നിരിക്കുന്നത്? 0 ആയിട്ടാണ് വന്നിരിക്കുന്നത്. അങ്ങനെ വന്നാൽ ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഓക്കെ, കാരണം നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ഡെഫിനിഷൻ പഠിച്ചിരിക്കുന്നത് എന്താണ്? ax സ്ക്വയർ പ്ലസ് bx പ്ലസ് c ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഫോമിൽ വരണം. എയും ബിയും സിയും റിയൽ നമ്പേഴ്സ് ആയിരിക്കണം. ആൻഡ് a നോട്ട് ഈസ് ഈക്വൽ ടു 0 ആയിരിക്കണം. ഇങ്ങനെ ഒരു കണ്ടീഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് നമുക്ക് ചെക്ക് ചെയ്തപ്പോൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അല്ല. ഓക്കെ, ഈ രീതിയിൽ ചെക്ക് ചെയ്യാം. രണ്ടാമത് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് എക്സിന്റെ ഏറ്റവും വലിയ പവർ 2 ആണോ വന്നിരിക്കുന്നത് നോക്കുക. ആണോ? അല്ല. എക്സിന്റെ ഏറ്റവും വലിയ പവർ എന്താണ് വന്നിരിക്കുന്നത്? 1 ആണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അല്ല. ഓക്കെ, അപ്പൊ നമുക്ക് എന്തെന്ന് പറയാം? നിങ്ങൾക്ക് ഇഷ്ടമുള്ള റീസൺ എഴുതുക. ഞാനിപ്പോ എഴുതാൻ പോകുന്നത് ഇങ്ങനെയാണ്: as the highest power of x. ഓക്കെ, highest power of x is not 2. ഓക്കെ, അതുകൊണ്ട് നോട്ട് ക്വാഡ്രാറ്റിക്. ക്ലിയർ? നെക്സ്റ്റ് നമ്മൾ നാലാമത്തെ ക്വസ്റ്റ്യനിലേക്കാണ് പോന്നിരിക്കുന്നത്. എക്സ് മൈനസ് 3 ഇൻറ്റു 2x പ്ലസ് 1 ഈസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 5. ഓക്കെ, ഇതേപോലെ എന്ത് ചെയ്യണം? നമ്മൾ ഈ ബ്രാക്കറ്റുകൾ മാറ്റണം. അതിന് വേണ്ടിയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എക്സ് ഇൻറ്റു 2x ഈസ് ഈക്വൽ ടു എത്രയാണ്? 2x സ്ക്വയർ. ഇനി എക്സ് ഇൻറ്റു 1 ഈസ് ഈക്വൽ ടു പ്ലസ് എക്സ്. minus 3 into 2x is equal to minus 6x. Okay, minus 3 into plus 1 is equal to minus 3 is equal to x into x is equal to x square plus 5 into x is equal to 5x. Okay, next നമുക്ക് എന്ത് ചെയ്യാം? അതാ ഇങ്ങനെ എഴുതാം: 2x square. ഇനി ഇവിടെ ഒരു x ഉണ്ട്, ഒരു minus 6x ഉണ്ട്. അപ്പൊ ഇത് രണ്ടോട് ചേരുമ്പോൾ minus 5x minus 3 is equal to x square plus 5x എന്നാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഒരു 2x സ്ക്വയർ ഉണ്ട്. ഇതിൽ നിന്നും ഒരു x സ്ക്വയർ കുറയുമ്പോഴത്തേക്കും വെറും ഒരു x സ്ക്വയർ ആയിട്ട് മാറും. ഇവിടെ ഒരു minus 5x ഉണ്ട്. ഇവിടുന്ന് plus 5x ഇപ്പുറം വരുമ്പോൾ minus 5x ആയിട്ട് മാറും. അപ്പൊ എനിക്ക് minus
25x എന്ന് എഴുതാൻ പറ്റും. പിന്നെ ബാക്കിയുള്ളത് -3 is equal to 0. റൈറ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ എനിക്ക് എക്സ് സ്ക്വയറിന്റെ ടേം ഉണ്ട്, അതായത് എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് ആയ a എന്ന് പറയുന്നത് 0 അല്ല. അതേപോലെ എന്റെ എക്സ് എന്ന് പറയുന്ന ആ ഒരു വേരിയബിളിന്റെ ഏറ്റവും ഹയസ്റ്റ് പവർ എന്ന് പറയുന്നത് എന്താണ്? 2 ആണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് എനിക്ക് ഇതെന്തെന്ന് പറയാൻ പറ്റും? ഈസ് ക്വാഡ്രാറ്റിക്. ഓക്കെ, നിങ്ങൾ റീസൺ കൂടെ എഴുതുക. ക്ലിയർ? സോ വി ആർ മൂവിംഗ് ടു ദി ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. അപ്പൊ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. 2x minus 1 into x minus 3 is equal to x plus 5 into x minus 1. Okay, അപ്പോൾ നമുക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം. അതിനു വേണ്ടിയിട്ട് ഇതിനെ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 2x into x is equal to 2x square. 2x into minus 3 is equal to minus 6x. Okay, ഇനി minus 1 into x is equal to minus x and minus 1 into minus 3 is equal to plus 3, which is equal to x into x is equal to x square. X into minus 1 is equal to minus x and 5 into x is equal to 5x and 5 into minus 1 is equal to minus 5. Okay, ഇനി നമുക്ക് നോക്കുമ്പോഴത്തേക്കും ഇവിടെ ഒരു 2x സ്ക്വയർ ഉണ്ട്. അതിൽ നിന്നും ഞാൻ ഈ x സ്ക്വയറിനെ കുറയ്ക്കുമ്പോൾ എനിക്ക് എന്തായിട്ട് മാറും? x സ്ക്വയർ ആയിട്ട് മാറും. ഓക്കെ, ഇവിടെ minus 6x minus x എന്ന് പറഞ്ഞാൽ minus 7x, അത് അതേപോലെ. ആൻഡ് ഇവിടെ ഒരു പ്ലസ് 3 ഉണ്ട്, അത് അതേപോലെ കൊടുത്തു. ആൻഡ് ഇവിടെ minus x plus 5x എന്ന് പറഞ്ഞാൽ എത്രയാണ്? plus 4x ആണ്. അത് ഈ ഒരു സൈഡിൽ വരുമ്പോഴത്തേക്കും minus 4x ആയിട്ട് മാറും. അതേപോലെ minus 5 ഈ സൈഡിൽ വരുമ്പോൾ plus 5 ആയിട്ട് മാറും, which is equal to 0. ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്തെടുക്കുമ്പോൾ x സ്ക്വയർ അതേപോലെ. ഓക്കെ, അതേപോലെ minus 7x minus 4x is equal to minus 11x. 3 plus 5 is equal to 8, which is equal to 0. അപ്പോൾ ഇതാണ് നമുക്ക് ലാസ്റ്റ് കിട്ടിയ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇത് ക്വാഡ്രാറ്റിക് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ എന്ത് ചെയ്യുക? എക്സ് സ്ക്വയറിന്റെ ടേം ഉണ്ട്. ദാറ്റ് മീൻസ് എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് ആയ a നോട്ട് ഈസ് ഈക്വൽ ടു 0 ആണ്. അതേപോലെ നോക്കുക, നമ്മൾ എടുത്തിരിക്കുന്ന ഇക്വേഷന്റെ വേരിയബിൾ ആരാണ്? x ആണ്. എക്സിന്റെ ഏറ്റവും ഹയസ്റ്റ് പവർ ആരാണ്? 2 ആണ്. So the given equation is a quadratic equation. അപ്പൊ ഇങ്ങനെ എഴുതാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എഴുതാം. ഞാൻ ഓരോന്നിനും പല രീതിയിൽ മാറ്റിയാണ് എഴുതുന്നത്. നോക്കുക, the degree of the equation is 2. Therefore the given equation is quadratic. Okay, next എന്ന് പറയുന്നത് നമ്മുടെ ആറാമത്തെ ക്വസ്റ്റ്യൻ, x square plus 3x plus 1 is equal to x minus 2 the whole square എന്നാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോ ഈ ഒരു ഇതിനെ മാറ്റാവുന്നില്ല, അത് അതേപോലെ എഴുതി. നമുക്ക് ഇതിനെ എന്ത് ചെയ്യണം? എക്സ്പാൻഡ് ചെയ്തെടുക്കണം. അപ്പൊ a minus b the whole square എക്സ്പാൻഷൻ അപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് x square minus 4x plus 4 എന്നാണ് കിട്ടുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ നോക്കുക, ഇവിടുത്തെ എക്സ് സ്ക്വയറിന്റെ ടേം ഇവിടുത്തെ എക്സ് സ്ക്വയറിന്റെ ടേം വെട്ടിപ്പോയി. ഇനി ഇവിടെ ഒരു 3x ഉണ്ട്, ഇവിടുത്തെ minus 4x ഇപ്പുറം വരുമ്പോൾ രണ്ടും കൂടെ ചേർന്നിട്ട് 7x ആയിട്ട് മാറും. ഇവിടെ ഒരു +1 ഉണ്ട്, ഇവിടെ ഒരു +4 ഉണ്ട്. ഈ ഒരു +4 ഇപ്പുറത്തെ സൈഡിൽ വരുമ്പോൾ -4 ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ 1 - 4 എന്നാകുമ്പോൾ -3 ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ 7x - 3 is equal to 0. That means നമുക്ക് ഇവിടെ x സ്ക്വയറിന്റെ ടേം ഉണ്ടോ? ഇല്ല. Which means the coefficient of x square a is equal to 0. It does not satisfy the condition for a quadratic equation. അതേപോലെ ഈ തന്നിട്ടുള്ള ഇതിലെ x സ്ക്വയറിന്റെ ടേം ഇല്ല. x ന്റെ ഹൈയസ്റ്റ് പവർ എന്ന് പറയുന്നത് not is equal to 2 ആണ്. അതുകൊണ്ട് I can say that the given algebraic expression അല്ലെങ്കിൽ algebraic equation is not quadratic. Okay, so we are moving to our seventh question. Question ശ്രദ്ധിക്കുക, x plus 2 the whole cube is equal to 2x into x square minus 1. അപ്പോൾ നമുക്ക് a plus b the whole cube ന്റെ എക്സ്പാൻഷൻ ആണ് ഇതിൽ അപ്ലൈ ചെയ്യേണ്ടത്. a cube plus 3a square b plus 3ab square plus b cube. ഓക്കെ, അപ്പോൾ അത് ഞാൻ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് x cube plus 3 into a square b എന്ന് പറയുമ്പോൾ 3 into x into square x square into 2 എന്ന് പറയുമ്പോൾ 3 into 2 6x square plus 3ab square 3യും aയും അതേപോലെ എടുക്കുക. 3 into x ആണ്. 2 into square എന്ന് പറഞ്ഞാൽ 4 ആണ്. അപ്പോൾ 3 into 4 എന്ന് പറഞ്ഞാൽ 12 ആണ്. x plus 2 cube എന്ന് പറഞ്ഞാൽ 8 ആണ്. is equal to ഇതിനെ ഞാൻ അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 2x into x square is equal to 2x cube. അതേപോലെ പിന്നെന്താണ് 2x into -1 is equal to -2x എന്ന് പറഞ്ഞിട്ട് കിട്ടും. അപ്പോൾ ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇവിടെ ഒരു x സ്ക്വയർ ഉണ്ട്, ഇവിടെ ഒരു 2x സ്ക്വയർ ഉണ്ട്. അപ്പൊ ഞാൻ ഈ ഒരു 2x ക്യൂബിനെ ഇങ്ങനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ എനിക്ക് -x ക്യൂബ് എന്ന് പറഞ്ഞു കിട്ടും. ഇവിടുത്തെ 6x സ്ക്വയർ അതേപോലെ എഴുതി. ഇവിടെ ഒരു +12x ഉണ്ട്, ഇവിടെ ഒരു -2x ഉണ്ട്. അതിനിപ്പുറം വരുമ്പോഴത്തേക്കും പ്ലസ് ആയിട്ട് മാറും. സോ എനിക്ക് 12 plus 2 is equal to 14x എന്ന് എഴുതാൻ പറ്റും. plus 8 is equal to 0. അപ്പൊ ഇതാണ് ഏറ്റവും നമ്മൾ ലാസ്റ്റ് ആയിട്ട് കിട്ടുന്ന ഇക്വേഷൻ. അപ്പൊ ഇത് നോക്കുമ്പോൾ എനിക്ക് എക്സ് സ്ക്വയറിന്റെ ടേം ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് നേരത്തെ ഇത് ചെക്ക് ചെയ്യാനുള്ള 2-3 കണ്ടീഷൻസ് പറഞ്ഞു പോയത്. ഓക്കെ, ആദ്യത്തെ കണ്ടീഷൻ എന്തായിരുന്നു? ഞാൻ പറഞ്ഞു എക്സ് സ്ക്വയറിന്റെ ടേം ഉണ്ടോ എന്ന് നോക്കുക. ഉണ്ട് ആണല്ലോ. ദാറ്റ് മീൻസ് എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് ആയ a എന്ന് പറയുന്നത് നോട്ട് ഈസ് ഈക്വൽ ടു 0 ആണ്.
പക്ഷേ എന്ന് വെച്ചിട്ട് നമുക്ക് ഇതിനെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താണ്? നമ്മുടെ രണ്ടാമത്തെ കണ്ടീഷൻ ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ? ദാറ്റ് മീൻസ് നമ്മൾ എടുത്തിരിക്കുന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ ഉപയോഗിച്ചിരിക്കുന്ന വേരിയബിൾ ആരാണോ അതിന്റെ ഹയസ്റ്റ് പവർ 2 ആയിരിക്കണം. എന്നാൽ മാത്രമേ അതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ് എന്ന് പറയാൻ കഴിയുകയുള്ളൂ. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ നോക്കുമ്പോൾ എന്റെ വേരിയബിൾ ആയ എക്സിന്റെ ഏറ്റവും ഹയസ്റ്റ് പവർ എന്ന് പറഞ്ഞാൽ 3 ആണ്, 2 അല്ല. ഓക്കെ, അപ്പോ as the highest power of x is 3 അല്ലെങ്കിൽ x is not is equal to 2 എന്തെന്ന് പറയാം? the given equation is not quadratic. ഓക്കെ, നമ്മുടെ എട്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ഈ ഒരു സെറ്റിലെ ഏറ്റവും അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ്. x cube minus 4x square minus x plus 1 is equal to x minus 2 the whole cube എന്നാണ് വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ a minus b the whole cubeന്റെ എക്സ്പാൻഷൻ, നമ്മുടെ ഇതിന്റെ അതേ എക്സ്പാൻഷൻ ആണ്. ഓൾട്ടർനേറ്റ് ആയിട്ട് നിങ്ങൾ പ്ലസ് മൈനസ് സൈൻ ഇട്ട് കൊടുത്താൽ മാത്രം മതിയാകും. ഓക്കെ, അപ്പോ ഇത് അതേപോലെ എഴുതി x cube minus 4x square minus x plus 1 എന്ന് അതേപോലെ എഴുതി. x minus 2 the whole cubeനെ ഞാൻ x cube minus 6x square plus 12x minus 8 എന്നാണ് എഴുതുന്നത്. ശ്രദ്ധിച്ചാൽ മതിയാകും. ഓൾട്ടർനേറ്റ് ആയിട്ട് പ്ലസ് മൈനസ് അങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് സൈൻസ് ചേഞ്ച് ചെയ്താൽ മതി. മറ്റതിന്റെ അതേ എക്സ്പാൻഷൻ തന്നെയാണ്. x cube plus 3a square b minus plus 3ab square plus b cube. ഇതില് പ്ലസ് മൈനസ് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, അപ്പൊ ഇതിനെ ഞാൻ സിംപ്ലിഫൈ ചെയ്തെടുക്കുമ്പോൾ എനിക്ക് കിട്ടിയത് 2x square minus 13x plus 9 is equal to 0. ഫസ്റ്റ് കണ്ടീഷൻ ചെക്ക് ചെയ്യുക. എന്താണ്? x സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് ആയ ആരാണ്? 2 ആണ്. നോട്ട് ഈസ് ഈക്വൽ ടു 0. ഫസ്റ്റ് കണ്ടീഷൻ ഈസ് സാറ്റിസ്ഫൈഡ്. സെക്കൻഡ് ആയിട്ട് ഞാൻ പറഞ്ഞ കണ്ടീഷൻ എന്താണ്? നിങ്ങൾ എടുത്തിട്ടുള്ള ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ വേരിയബിളിന്റെ ഹയസ്റ്റ് പവർ അല്ലെങ്കിൽ ആ എടുത്തിരിക്കുന്ന ഇക്വേഷന്റെ ഡിഗ്രി എന്ന് പറയുന്നത് 2 ആണോ എന്ന് ചെക്ക് ചെയ്യുക. ഇവിടെ എന്ത് തന്നെയാണ്? 2 ആണ്. സോ ആസ് ദ ഹയസ്റ്റ് പവർ ഓഫ് x is equal to 2, the given equation is quadratic. Okay. So next we are moving to the second set of questions of our exercise 4.1. Okay, അപ്പോൾ അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വേർഡ് പ്രോബ്ലം ആണ്. ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? The area of a rectangular plot is 528 meter square. ഒരു റെക്ടാങ്കുലർ പ്ലോട്ട് ഉണ്ട്, അതിന്റെ ഫുൾ ഏരിയ എന്ന് പറയുന്നത് 528 meter square ആണ്. And the length of the plot is 1 more than twice its breadth. Okay, അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന ആ ഒരു റെക്ടാങ്കുലർ പ്ലോട്ടിന്റെ ലെങ്ത് എന്ന് പറയുന്നത് അതിന്റെ ബ്രെഡ്ത്ത് എത്രയാണോ അതിന്റെ ട്വൈസ്, ഓക്കെ, അതിന്റെ കൂടെ 1 കൂട്ടുന്നത് ആയിരിക്കും എന്നാണ് പറയുന്നത്. We need to find the length and the breadth of the plot. നമുക്ക് ആ പ്ലോട്ടിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് എന്ത് ചെയ്യുന്നു? അൺനോൺ ആയിട്ടുള്ള ക്വാണ്ടിറ്റീസിനെ നമ്മൾ വേരിയബിൾസ് വെച്ചിട്ട് ഡിനോട്ട് ചെയ്യാണ്. എന്തൊക്കെയാണ്? x എന്ന് പറഞ്ഞാൽ ആരാണ്? നമ്മുടെ റെക്ടാങ്കുലർ പ്ലോട്ടിന്റെ ബ്രെഡ്ത്ത് ആണ്. അങ്ങനെ എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ സാധാരണ നമ്മൾ ലെങ്ത് ബ്രെഡ്ത്ത് എന്ന് എടുക്കുമ്പോൾ എക്സ് വൈ അങ്ങനെയാണ് എടുക്കാറുള്ളത്. ഇവിടെ നമുക്ക് ഒന്നും മറ്റൊന്നുമായിട്ട് റിലേറ്റഡ് ആയിട്ടാണ് തന്നിരിക്കുന്നത്. ഓക്കെ, രണ്ടാൾക്കാരെ കുറിച്ചല്ല പറയുന്നത്, അത് നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസിലൊക്കെ നമുക്ക് എക്സ് വൈ, നമ്മള് മൂന്നാമത്തെ ചാപ്റ്ററിൽ പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസ് ഇൻ 2 വേരിയബിൾസ് എന്നായിരുന്നു ആണല്ലോ. അപ്പൊ നമുക്ക് അവിടെ 2 വേരിയബിൾസ് ഉണ്ട്. ഓക്കെ, ഇവിടെ നമുക്ക് അങ്ങനെയല്ല. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ 1 and only 1 വേരിയബിൾ. ഒരൊറ്റ വേരിയബിൾ മാത്രമേ കാണത്തുള്ളൂ. അതുകൊണ്ട് തന്നെ പരസ്പരം കണക്റ്റഡ് ആയിട്ടുള്ള രീതിയിലായിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നത്. ഇവിടെ നമുക്ക് വന്നിരിക്കുന്നത് എങ്ങനെയാണ്? ആ റെക്ടാങ്കുലർ പ്ലോട്ടിന്റെ ബ്രെഡ്ത്തിന്റെ ട്വൈസിന്റെ കൂടെ 1 മീറ്ററും കൂടെ കൂട്ടുമ്പോഴാണ് നമുക്ക് ലെങ്ത് കിട്ടുന്നതെന്ന് പറയുന്നു. അപ്പൊ ഞാൻ എന്താണ്, എവിടെ നിന്നാണോ തുടക്കം അതിന് അൺനോൺ ആയിട്ടുള്ള ക്വാണ്ടിറ്റി ആയിട്ട് എടുത്ത് അതിന് പകരം ഒരു വേരിയബിളിനെ കൊടുക്കുക. സോ ഐ എം ടേക്കിംഗ് എക്സ് ആസ് ദി ബ്രെഡ്ത്ത് ഓഫ് ദി റെക്ടാങ്കുലർ പ്ലോട്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഐ ക്യാൻ എക്സ്പ്രസ് ദി ലെങ്ത് ഓഫ് ദ റെക്ടാങ്കുലർ പ്ലോട്ട് ഇൻ ടേംസ് ഓഫ് ബ്രെഡ്ത്ത്. ഓക്കെ, എങ്ങനെ പറയാം? 2 into x plus 1. കാരണം എന്താണ്? The length of the rectangular plot is twice the breadth. 1 more. ഓക്കെ, 1 കൂടുതലും കൂടെ ആണെന്ന് പറയുന്നു. അപ്പൊ എനിക്ക് എങ്ങനെ പറയാം? 2x plus 1 മീറ്റർ എന്ന് പറയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഏരിയ, ഒരു റെക്ടാങ്കുലറിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. അപ്പൊ ഞാൻ അതിൽ ഇതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ലെങ്ത് 2x plus 1 ഇൻറ്റു ബ്രെഡ്ത്ത് x. ഓക്കെ, അപ്പൊ ഇതിനെ ഞാൻ ഒന്ന് എന്ത് ചെയ്യുന്നു? എക്സ്പാൻഡ് ചെയ്തെടുക്കുമ്പോൾ എനിക്ക് 2x square plus x എന്നാണ് കിട്ടുന്നത്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ഏരിയ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 528 മീറ്റർ സ്ക്വയർ ആണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് പറയണ്ടേ 2x square plus x is equal to
528 അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ 528നെ ഇപ്പുറം കൊണ്ടുവരുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും 2x² plus x minus 528 is equal to 0 which is the required quadratic equation. നമുക്ക് പറഞ്ഞിരിക്കുന്ന ഈ ഒരു സിറ്റുവേഷൻ എന്താക്കി മാറ്റാനാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷനിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണം. എന്നിട്ട് അതിന് സോൾവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ ഇതുവരെ പഠിച്ചോ? ഇല്ല. ഓക്കെ, 3 മെത്തേഡ്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഏതൊക്കെയാണ്? ഫാക്ടറൈസേഷൻ മെത്തേഡ്, അതേപോലെ കംപ്ലീറ്റിംഗ് ദി സ്ക്വയർ മെത്തേഡ്, അതേപോലെ ക്വാഡ്രാറ്റിക് ഫോർമുല മെത്തേഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുവരെ ചെയ്താൽ മാത്രം മതിയാകും. ഓക്കെ, സോ നമ്മുടെ സെക്കൻഡ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ എങ്ങനെയാണ് പറയുന്നത്? ദ പ്രോഡക്റ്റ് ഓഫ് 2 കൺസിക്യൂട്ടീവ് പോസിറ്റീവ് ഇൻഡിജേഴ്സ് ഈസ് 306. രണ്ട് അടുത്തടുത്തുള്ള പോസിറ്റീവ് ആയിട്ടുള്ള ഇൻഡിജേഴ്സിന്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്, അതായത് അവർ രണ്ടുപേരെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 306 ആണ് കിട്ടുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു represent the following situation as quadratic equation and we have to find the integers. Okay, അപ്പൊ അതിനു വേണ്ടിയിട്ട് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഏതെങ്കിലും നമുക്കറിയാം അടുത്തടുത്തുള്ള ഇൻഡിജേഴ്സ് എന്ന് പറയുന്നു പോസിറ്റീവ് ആണെന്നും പറയുന്നു. ഓക്കെ, അപ്പൊ ഞാൻ ആദ്യത്തെ ഒരു ഇൻഡിജറിന് x എന്ന് എടുത്താൽ അതിന്റെ തൊട്ടടുത്തുള്ള ഇൻഡിജർ എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? x+1. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ തിരിച്ചു എടുക്കാം, x - 1 എക്സും എന്നുള്ള രീതിയിലും എടുക്കാം. അങ്ങനെ എടുത്താലും ഒരു പ്രശ്നമില്ല. ഓക്കെ, അപ്പൊ x and x+1 എന്നാണ് വന്നിരിക്കുന്നത് നമ്മുടെ കൺസിക്യൂട്ടീവ് ഇൻഡിജേഴ്സ്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവരുടെ പ്രോഡക്റ്റ് 306 എന്ന് പറയുന്നു. സോ x × x+1 ഈസ് ഈക്വൽ ടു എത്രയാണ്? 306. സോ ഇതിനെ ഞാൻ ഓപ്പൺ ചെയ്യുമ്പോൾ എന്ത് പറ്റും? x × x ഈസ് ഈക്വൽ ടു x², x × 1 ഈസ് ഈക്വൽ ടു x. ഇവിടുത്തെ ഒരു 306 കൂടെ ഇപ്പുറം വരുമ്പോഴത്തേക്ക് -306 ഈസ് ഈക്വൽ ടു 0. ഇതല്ലേ നമുക്ക് വേണ്ടിയിരുന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. സോ the required quadratic equation is x² plus x minus 306 is equal to 0. ഇതിന്റെ അകത്തുള്ള x ന്റെ വാല്യൂസ് നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ആ 3 മെത്തേഡ്സ് നമ്മൾ പഠിക്കണം. ഓക്കെ, so next we are moving to the third question of our second set of questions in the exercise 4.1. okay, അപ്പോൾ question എങ്ങനെയാണ്? Rohan's mother is 26 years older than him. അതായത് രോഹൻ അവന്റെ അമ്മ. ഓക്കെ, രോഹന്റെ അമ്മയുടെ വയസ്സ് എന്ന് പറയുന്നത് രോഹന്റെ വയസ്സിനേക്കാൾ 26 കൂടുതലാണ്. ഓക്കെ, അതായത് 26 വയസ്സിന് മൂത്തതാണ് എന്ന് പറയുന്നു. അതേപോലെ പറഞ്ഞു ദ പ്രോഡക്റ്റ് ഓഫ് ദെയർ ഏജസ് 3 years ഫ്രം നൗ. ഓക്കെ, അപ്പോ നമ്മുടെ ഇപ്പോഴത്തെ പ്രസന്റ് ഏജിൽ നിന്നും ഒരു 3 വർഷം കഴിയുമ്പോൾ ഇവരെ രണ്ടുപേരുടെയും ഏജിന്റെ പ്രോഡക്റ്റ്, അതായത് ഏജ് എത്രയാണോ അതിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 360 കിട്ടും എന്നാണ് പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു റെപ്രസെന്റ് ദ ഫോളോയിങ് ഇക്വേഷൻ ബൈ ആൻ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഓക്കെ, അതേപോലെ the following situation by a quadratic equation. അതേപോലെ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? അവരുടെ പ്രസന്റ് ഏജസും കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോ അതിനു വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ആരുടെയെങ്കിലും ഒരാളുടെ ഏജിനെ എന്തെന്ന് അൺനോൺ ആയിട്ടുള്ള ക്വാണ്ടിറ്റി ആയിട്ട് എടുത്തതിന് ശേഷം മറ്റതിനെ എന്ത് ചെയ്യണം? റിലേറ്റഡ്, ആ ഒരു വേരിയബിളുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് മാറ്റുക. ഓക്കെ, അപ്പൊ രോഹനാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ആളെന്ന് പറയുന്നത്. രോഹന്റെ ഏജിനേക്കാൾ 26 വയസ്സ് കൂടുതലാണ് അവന്റെ അമ്മയുടെ ഏജ് എങ്കിൽ അവരുടെ പ്രസന്റ് ഏജസ് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? രോഹന്റെ പ്രസന്റേജ് x എന്നാണെങ്കിൽ അമ്മയുടെ ഇപ്പോഴത്തെ വയസ്സ് എത്രയാണ്? x+26 ആണല്ലോ. ഓക്കെ, അപ്പോ 3 വർഷങ്ങൾക്ക് ശേഷം ഇവരുടെ വയസ്സ് എത്രയായിരിക്കും? x+3. ഇവരുടെ വയസ്സ് എത്രയായിരിക്കും? x+26 + 29. ഓക്കെ, സോറി 26 + 3. അപ്പൊ എത്ര കിട്ടും? x+29 ആണെന്നാണ് കിട്ടുന്നത്. അപ്പൊ 3 വർഷങ്ങൾക്ക് ശേഷമുള്ള ഇവരെ രണ്ടുപേരുടെയും വയസ്സ് തമ്മിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 360 കിട്ടും എന്ന് പറയുന്നു. ദാറ്റ് മീൻസ് x+7 × x+29 is equal to 360 ആണല്ലോ. ഇനി നമ്മൾ ഇതിനെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ x × x is equal to x², x × 29 x is equal to 29x, 3 × x is equal to 3x, 3 × 29 is equal to 87 which is equal to 360. ഇനി നമ്മൾ ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യുന്നു. x² plus 32x minus 273 is equal to 0 which is the required quadratic equation. Okay, required quadratic equation. അപ്പോൾ നമ്മൾ ഈ ഒരു സിറ്റുവേഷനെ quadratic equation വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, so we are moving to the last question of our exercise 4.1. the question എങ്ങനെയാണ്? a train travels a distance of 480 km at a uniform speed. അപ്പം ഡിസ്റ്റൻസ് നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക, എത്രയാണ്? 480 km ആണ്. ഒരു യൂണിഫോം സ്പീഡിലാണ് പൊക്കോണ്ടിരിക്കുന്നത്. ഇപ്പൊ ആ ഒരു സ്പീഡിൽ നിന്നും ഒരു 8 കിലോമീറ്റർ കുറച്ചാണ്, 8 km/h കുറച്ചാണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ
സാധാ എത്തുന്ന സമയത്തിനേക്കാൾ 3 മണിക്കൂർ കൂടുതൽ എടുക്കും എന്നാണ് പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ട്രെയിനിന്റെ യൂണിഫോം സ്പീഡ് കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിനെ മാറ്റിയെടുക്കുന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷനിലേക്ക് റെപ്രസെന്റ് ചെയ്യണം. ഓക്കെ, അപ്പോ ഫസ്റ്റ് ഞാൻ എന്താണ് ആ ഒരു ട്രെയിനിന്റെ യൂണിഫോം സ്പീഡിനെ ഞാൻ 8x km/h എന്ന് എടുത്തു. ഓക്കെ, അപ്പൊ സ്പീഡ് x km/h ഡിസ്റ്റൻസ് 480 km ആണെന്നുണ്ടെങ്കിൽ എനിക്ക് സമയത്തിന് എങ്ങനെ എടുക്കാൻ പറ്റും? 480 ഡിവൈഡഡ് ബൈ x hours എന്ന് എടുക്കാൻ കഴിയും. കാരണം എന്താണ്? ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ട്രാവൽ ഡിവൈഡഡ് ബൈ സ്പീഡ്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് നമുക്ക് തന്നിരിക്കുന്ന കണ്ടീഷൻ എന്താണ്? ആ ഒരു യൂണിഫോം സ്പീഡിൽ നിന്നും 8 km/h കുറച്ചു പോകുന്നു. ഓക്കെ, യൂണിഫോം സ്പീഡ് x ആണ്, അതിൽ നിന്നും 8 km/h കുറച്ചു പോകുമ്പോൾ സാധാ എത്തുന്ന സമയത്തിൽ നിന്നും 3 മണിക്കൂർ, സാധാ എത്തുന്ന സമയത്താണ് 480 ഡിവൈഡ് ബൈ x hours ആണ്, അതിൽ നിന്നും ഒരു 3 മണിക്കൂർ അധികം +3 ഓക്കെ എടുക്കും. എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ? അതേ ഡിസ്റ്റൻസ്, സെയിം ഡിസ്റ്റൻസ് 480 km. അപ്പൊ എനിക്ക് ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് ഞാൻ ഇതിനെ എഴുതിയപ്പോൾ എനിക്ക് x - 8 × 480 ഡിവൈഡഡ് ബൈ x + 3 ഈസ് ഈക്വൽ ടു 480 എന്ന് എഴുതാൻ കഴിയും. അപ്പൊ ഇനി എനിക്ക് എന്ത് ചെയ്യണം? ഇവർ രണ്ടുപേരെയും ഒന്ന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഇവർ രണ്ടുപേരെയും എനിക്ക് മൾട്ടിപ്ലൈ ചെയ്യണം. x into 480 divided by x is equal to x divided by x എന്നായിപ്പോൾ, so 480 മാത്രമായിട്ട് മാറും. x into 3x is equal to plus 3x minus 8 into 480 divided by x is equal to minus 3840 divided by x. Okay, next minus 8 into 3 is equal to minus 24 which is equal to 480. അപ്പോൾ ഒരു ഇക്വേഷന്റെ രണ്ട് സൈഡിലും ഒരേ സിമ്പലിലുള്ള 480s ഉണ്ട്. അപ്പൊ അത് രണ്ടും ക്യാൻസൽ ആയി പോകും. ബാക്കി നമുക്ക് എത്രയാണുള്ളത്? 3x minus 3840 divided by x minus 24. അപ്പൊ ആ ഒരു ഡിവൈഡഡ് ബൈ എക്സിനെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഓൾ ഇക്വേഷനെ x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ എനിക്ക് എന്ത് കിട്ടും? 3 × x × x എന്ന് പറയുമ്പോൾ 3x² മൈനസ് ഈ 24ന്റെ കൂടെ ഞാൻ x മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 24x എന്നായിട്ട് മാറും. ഇതിന്റെ കൂടെ x മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മുകളിലുള്ള ഡിനോമിനേറ്ററിലും ന്യൂമറേറ്ററിലുള്ള x തമ്മിൽ ക്യാൻസൽ ആയി പോകും. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 3840 എന്ന് മാത്രമായിട്ട് കിട്ടും. These three numbers, അതായത് the coefficients of x² and x and the constant term is divisible by 3. അപ്പൊ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്ക് 3x² നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ x² minus 24x നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ minus 8x minus 3840 നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ minus 1280 is equal to 0, which is the required quadratic equation. Okay, ഇതോടുകൂടി നമ്മുടെ 4.1 എന്ന് പറയുന്ന എക്സസൈസ് ഇവിടെ തീരെയാണ്. അപ്പൊ ഇതിന്റെ എല്ലാ ക്വസ്റ്റ്യൻസിൽ നമുക്ക് ഇതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ സൊല്യൂഷൻ കണ്ടുപിടിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ഇനി അങ്ങോട്ടുള്ള എക്സസൈസിലൂടെയാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ.